Good morning. Good morning, ma'am. Good morning, teacher. Good morning. Good morning, miss. Prayer ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? Prayer. ഞാൻ പാടാം മിസ്. Okay. My life is in you, Lord, my friend is in you, Lord, my hope is in you, Lord, in you, is in you. My life is in you, Lord, my friend is in you, Lord, my hope is in you, Lord, in you, is in you. Thank you. Okay. Then thought of the day ആരെങ്കിലും ഉണ്ടോ? ജിഷാമിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? Thought of the day ആരുമില്ല? ഞാൻ ചെയ്യാം മാം. എന്താ? ഇസ്ലാമോൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒരു സെക്കൻഡ് കേട്ടോ. Maggie. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാല് ടൂർസ് ആണ് അല്ലെ. ധാരാളം ടൂറുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, നിങ്ങളുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് പറഞ്ഞു. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ടേക്ക് പാർട്ട് ഇൻ ഫംഗ്ഷൻ ആൻഡ് മീറ്റിംഗ്സ്. ഇതൊന്ന് റീഡ് ചെയ്യാട്ടോ ആദ്യം, അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. എന്താ മാം, ഈ ചാപ്റ്റർ ഏതാണെന്നൊന്ന് പറയാമോ? ചാപ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് ആണ്, പാർട്ട് 4 യൂണിറ്റ് 3. എന്താ സഹദൂന എന്താ പറയുക? അത് വായിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. വായിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കട്ടായി പോകുന്നു സഹദൂന പറയുന്നത്. റീഡ് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും റീഡ് ചെയ്തോ? എല്ലാവരും ചെയ്തിട്ടുണ്ടോ? യൂണിറ്റ് 3 ആണ് കേട്ടോ, യൂണിറ്റ് 3 പാർട്ട് 4 യൂണിറ്റ് 3 ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ്. ഓക്കെ, അപ്പൊ നോക്കിയാൽ നിങ്ങള് ടേക്കിംഗ് പാർട്ട് ഇൻ ഫംഗ്ഷൻ ആൻഡ് മീറ്റിംഗ്സ്. ഒരാൾ പറഞ്ഞു വന്ന് ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞു, എന്താ പറയുന്നത് അതിനകത്ത്? ഗൗരി നന്ദന എന്ന് പറയാമോ? ഗൗരി നന്ദന. Taking part in the
function and meetings. The teacher should think of school as a home. അതായത് ടീച്ചർ സ്കൂളിനെ ഹോം ആയിട്ട് തിങ്ക് ചെയ്യുക. When a function is celebrated in the home, everyone gets some part in the function. ഒരു ഫംഗ്ഷൻ സെലിബ്രേറ്റ്, അതായത് നമ്മള് വീട്ടില് സെലിബ്രേറ്റ് ചെയ്യണ പോലെ നമ്മളെ സ്കൂളില് അത് കണ്ട് നമ്മളത് സെലിബ്രേറ്റ് ചെയ്യണം എന്നാണ് പറയണത്. Besides, when a function is resolved to be celebrated in the school or meeting decided to be conducted in the school, the teacher has a part in it. അതായത് നമ്മുടെ വീട്ടില് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നോ അതുപോലെ തന്നെ നമ്മളത് സ്കൂളിലും നമ്മൾ ആ രീതിയിൽ കണ്ടിട്ട് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയണത്. ടീച്ചർ അതിന്റെ ഒരു ഭാഗമാവുക എന്നാണ് പറയണത്. The wanted work to be shared in the function and meetings are. ടീച്ചർ അത് പറയണോ? പറഞ്ഞോളൂ. അറേഞ്ചിങ് ദ VIPs, അതായത് ഇൻവിറ്റേഷൻ കമ്മിറ്റി. അതായത് നമ്മളൊരു പ്രോഗ്രാം നടത്തുമ്പോൾ നമ്മള് അതിന് വേണ്ടിയിട്ടുള്ള VIPസിനെ ഒക്കെ ആയിരിക്കുമല്ലോ നമ്മള് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മള് കോൾ ചെയ്യണത്. അപ്പൊ നമ്മള് അവർക്ക് വേണ്ടിയിട്ടുള്ള കമ്മിറ്റി ഒക്കെ നമ്മൾ ഇൻവിറ്റേഷൻ കമ്മിറ്റി നമ്മൾ ഫോം ചെയ്യണം, അങ്ങനെയാണ് പറയണത്. One or few teachers who take the work are capable of not only getting the date from the VIPs, they should only do the work of printing invitations and issuing them. അതായത് നമ്മളൊരു പ്രോഗ്രാം നടത്തുമ്പോൾ അതിനകത്ത് കുറച്ച് ടീച്ചേഴ്സിനായിരിക്കും നമ്മൾ ആ ഡ്യൂട്ടി കൊടുക്കുക, ഇൻവിറ്റേഷൻ ചെയ്യാനും പിന്നെ നമ്മൾ അവരെ സ്വീകരിക്കാനും അവരുടെ കാര്യങ്ങൾ അവരെ സ്വീകരിക്കുന്നത് തൊട്ട് അവര് ആ പ്രോഗ്രാം കഴിഞ്ഞ് പോണത് വരെ നമ്മൾ കുറച്ച് ടീച്ചേഴ്സിന് അതിന്റെ റെസ്പോൺസിബിലിറ്റി കൊടുക്കണം. അത്രയാണ് മാം എനിക്ക് മനസ്സിലായത്. ഓക്കെ, നെക്സ്റ്റ് വൺ എല്ലാവരും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോളൂ. സ്റ്റേജ് അറേഞ്ച്മെന്റ്സ്. മാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ? പറഞ്ഞോളൂ സഹോദരൻ, പറഞ്ഞോളൂ. ഞാൻ ആദ്യം തൊട്ട് പറയാം. ടേക്കിംഗ് പാർട്ട് ഇൻ ഫംഗ്ഷനിങ് ആൻഡ് മീറ്റിംഗ് എന്ന് പറയണത്, ഒരു അധ്യാപകൻ എന്ന് പറയണത് ആ അധ്യാപകൻ ഈ വിദ്യാലയത്തിന് ഒരു വീടാണ് കാണേണ്ടത്. അപ്പൊ നമ്മുടെ വീട്ടിൽ എങ്ങനെയാ, നമ്മുടെ വീട്ടിൽ ഒരു ആഘോഷം നടക്കുമ്പോ എല്ലാവരും അതിൽ പങ്കെടുക്കൂലേ? അന്ന് പറഞ്ഞ പോലെ ഒരു സ്കൂളില് ആ വിദ്യാലയത്തില് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാകുമ്പോ അതില് ആ അധ്യാപകൻ പങ്കെടുക്കണം. ഫസ്റ്റ് തന്നെ ഈ ചടങ്ങുകളിലും മീറ്റിങ്ങുകളുടെ ജോലി എന്ന് പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞത് VIP-കളെ ക്ഷണിക്കലാണ്. അപ്പൊ VIP-കളെ ക്ഷണിക്കുന്നതിന് വേണ്ടി പ്രത്യേകം അധ്യാപകർ ഉണ്ടാകും. അവരുടെ ജോലി എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രമീകരിക്കാനും പിന്നെ അച്ചടിക്കുന്നതിനും വാഴ്ത്തും എന്ന് പറയണത്. പിന്നെന്ന് പറയണത് സ്റ്റേജ് അറേഞ്ച്മെന്റ് ആണ്. ഈ സ്റ്റേജ് അറേഞ്ച്മെന്റ് ഏൽപ്പിച്ചാണ് അധ്യാപകൻ എന്ന് പറയണത് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അതുപോലെ തന്നെ സ്റ്റേജ് ഉയരത്തിലേക്ക് നീങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ സ്റ്റേജിന്റെ പിന്നെ സ്റ്റേജ് അലങ്കരിക്കുന്നതിൽ അറേഞ്ച്മെന്റ് ഒക്കെ ഈ അധ്യാപകൻ ശ്രദ്ധിക്കണം. പിന്നെ സ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ കേൾക്കാൻ പറ്റുണ്ടോ? ഇടക്കിടക്ക് കട്ടായി പോകുന്നുണ്ട്. ഇപ്പൊ കേൾക്കാൻ പറ്റുണ്ടോ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ട്. സ്ക്രീൻ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റേജിൽ സ്ക്രീൻ ഉപയോഗിക്കുകയാണെങ്കിൽ സ്ക്രീനിന്റെ അടുത്ത് നിന്ന് അവസാനം വരെ ആ അധ്യാപകൻ മാറാൻ പാടില്ല. പിന്നെ പറയണത് ഡ്രിങ്ക് ആൻഡ് എഡിബിൾ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നതാണ്. അതെനിക്ക് വായിച്ചനുസരിച്ച് മനസ്സിലായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധ്യാപകൻ പാത്രം വാങ്ങിക്കണം, പിന്നെ ആ പാത്രമൊക്കെ വൃത്തി ഉള്ളതാണോ എന്ന് നോക്കണം, പിന്നെ ഇതുപോലത്തെ ഉള്ള വൗച്ചറുകളൊക്കെ പ്രിൻസിപ്പലിന് കൈമാറണം. ഇങ്ങനെയാണ് വായിച്ചിട്ട് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായണേ. പിന്നെ പീസ് കീപ്പിംഗ് ആണ് പിന്നെ വന്നതെന്ന് പറയണത്. ഇപ്പൊ പല സ്കൂളിലും മീറ്റിംഗ് നടക്കുമ്പോൾ അധ്യാപകർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യണത് തെറ്റാണ്. പ്രത്യേകിച്ച് ജോലിയൊന്നും വിഭജിക്കാത്തവർ എന്ത് ചെയ്യണം, ചിന്നിച്ചതിരി കിടക്കുന്ന പല ജോലികളും ഉണ്ടാകും, അതൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ അവര് എന്ത് ചെയ്യണം, ഹാളിന്റെ ഇരുവശത്തും ഇരുന്നാൽ മാത്രം പോരാ, അകലത്തിൽ ഇരുന്നാൽ മാത്രം പോരാ, മധ്യഭാഗത്തിലും പിന്നെ ഗേറ്റിന്റെ അവിടെയും കുറച്ചു പേര് നിൽക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നതാണ് ഗേറ്റ് ഡ്യൂട്ടി എന്ന് പറയണത്.
ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രവേശന ക്ലാസ് മുറി, അതുപോലെ തന്നെ ടോയ്ലറ്റുകള്, ദുർബല സ്ഥലങ്ങളില് ഇവിടെയൊക്കെയാണ് കുറ്റകൃത്യങ്ങൾ നടക്കണേന്നാണ് പോലീസിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ശൗചാലയത്തിലും ഈ ടോയ്ലറ്റ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവിടെ അരമണിക്കൂർ കൂടുമ്പോ വിദ്യാർത്ഥിനെ അധ്യാപകൻ ഇങ്ങനെ നിരീക്ഷിക്കണം. അതുപോലെ തന്നെ ഗേറ്റിന്റെ അവിടെ 1 or 2 അധ്യാപകര് നിൽക്കണം. ഞാനൊക്കെ പഠിച്ച സ്കൂളിലുണ്ടല്ലോ മിസ്സേ, ഇത് പറയുവാണെങ്കിൽ അവിടെ എന്ന് പറയുന്ന ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ന്റെ പിള്ളേരുണ്ട്, അതുപോലെ റെഡ് ക്രോസിന്റെ പിള്ളേരുണ്ട്. ഇവരെ ആർന്ന ഗേറ്റിന്റെ അവിടെയൊക്കെ ഓരോ ഭാഗത്തും സ്കൂളിന്റെ ഓരോ മൂലകളിലായിട്ട് ഈ റെഡ് ക്രോസിന്റെ പിള്ളേരൊക്കെ ഇങ്ങനെ നിർത്തുമായിരുന്നു. എന്നിട്ട് അപ്പൊ ഈ പിള്ളേരെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോ ഇവര് ചോദ്യം ചെയ്യും, നിങ്ങൾ എങ്ങനെ പോണ, ഇപ്പൊ പോവണ്ട, നിങ്ങൾ ഇപ്പൊ ഇരുന്നോടത്തിൽ ഇരിക്കി. അപ്പൊ ഞങ്ങൾക്ക് സ്കൂളിൽ പല സ്റ്റേജ്, കുറെ സ്റ്റേജുകളുണ്ട്. അപ്പൊ ഈ സ്റ്റേജിൽ നിന്ന് അപ്പുറത്തെ സ്റ്റേജിലേക്ക് പോകുമ്പോൾ ആ ഇരുന്ന് കാണുന്ന പരിപാടി തന്നെയായിരിക്കും നമ്മൾ കാണുന്നത്. ഇപ്പൊ നമ്മൾ കുച്ചിപ്പുടിയെ കാണണമെങ്കിൽ അവിടെ ഇരുന്ന് അത് കാണണം, തിരുവാതിര കാണണമെങ്കിൽ അത് തന്നെ കാണണം, പിന്നെ നാടകം ആണെങ്കിൽ അങ്ങനെ കാണണം. അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ പഠിച്ച സ്കൂളില്. താങ്ക് യു കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം, ഒന്നും കൂടി നോക്കാം, ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഒന്നും കൂടി ചേർക്കാനുണ്ടെന്ന് നോക്കാം. ആദ്യം പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ്, ടീച്ചർമാര് സ്കൂളിനെ വീട് പോലെ തന്നെ കാണണം. എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ നടക്കുമ്പോൾ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ നമ്മൾ എന്താവാറുണ്ട്, ഓരോ പാട്ടാവാറുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഭാഗമാകാറുണ്ട്. നമ്മളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ ആ ഫംഗ്ഷന് കൊടുക്കും അല്ലെ. ഒരു വീട്ടിലൊരു ആഘോഷം, ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ്, ആ ബർത്ത്ഡേ പാർട്ടിക്ക് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന തരത്തിലുള്ള സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ആ ഒരു പാർട്ടി നല്ല രീതിയിലാകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ ആകണം സ്കൂളുകളിൽ ടീച്ചർമാര്. സ്കൂളുകളിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യണം, മാറി നിൽക്കാനായിട്ട് പാടില്ല. ആ ഫംഗ്ഷനിൽ ആ ടീച്ചേഴ്സിനെ കൊണ്ട് സഹായിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ അവരെ കൊണ്ട് ആകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ചില മീറ്റിംഗ്സ് ഒക്കെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് ആദ്യത്തേതാണ് അറേഞ്ചിങ് ദ VIPs, ഇൻവിറ്റേഷൻ കമ്മിറ്റി. ഓക്കെ, അതായത് VIP-കളെ ഇൻവൈറ്റ് ചെയ്യുക. നമുക്കറിയാം, നമ്മളൊരു സ്കൂളുകളിലൊക്കെ ഫംഗ്ഷൻസ് ഒക്കെ വെക്കുമ്പോൾ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ വന്നിട്ടാണ് എന്ത് ചെയ്യുക, ഉദ്ഘാടനമൊക്കെ നടത്തുക, അല്ലെങ്കിൽ എന്താ പറയാ തിരിതെളിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ ഉദ്ഘാടന പ്രസംഗങ്ങളൊക്കെ നടത്തുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്കൂളുകളിൽ ഓൾമോസ്റ്റ് ഉണ്ടാവാറുള്ളതാണ്. അപ്പൊ ഇത്തരത്തില് പുറത്തു നിന്നുള്ള ആളുകളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അത് പല മേഖലകളിൽ നിന്നുള്ള ആളാകാം. ചിലപ്പോൾ പൊളിറ്റിക്കൽ രംഗത്ത് നിന്നുള്ള ആളുകളാകാം, അല്ലെങ്കിൽ ആർട്ട് ഫീൽഡിലുള്ള ആളുകളാകാം, അല്ലെങ്കിൽ സ്പോർട്സ് ഫീൽഡിലുള്ള ആളുകളാകാം. അപ്പൊ ഇത്തരത്തിൽ VIPs-നെ നമ്മള് എന്താ പറയാ ക്ഷണിക്കുമ്പോൾ അവരുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കണം. അവർക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിലായിരിക്കും അവർ വരിക. ചിലപ്പോൾ നമ്മൾ ഫംഗ്ഷൻ തീരുമാനിക്കുന്ന ദിവസം നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ആള് ചിലപ്പോൾ വേറെ എന്തെങ്കിലും മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലോ ഏർപ്പെടുന്നുണ്ടാകും. അപ്പോ നമുക്ക് എപ്പോഴാണോ സൗകര്യം, അല്ലെങ്കിൽ നമ്മുടെ ഇത് എന്നാണോ നമ്മൾ മീറ്റിംഗ് വെച്ചിരിക്കുന്നത്, അതിനനുസരിച്ച് അവൈലബിൾ ആയിട്ടുള്ള ആളുകളെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക. അവരുടെ ഡേറ്റ് നമ്മൾ കൃത്യമായിട്ട് കുറിച്ചു വയ്ക്കുക. എന്നാണ് അവരുടെ സമയം, എപ്പോഴാണ് അവർക്ക് വരാൻ പറ്റുന്ന തീയതി, എന്നാണ് അവർക്ക് വരാൻ പറ്റുന്ന സമയമൊക്കെ എന്തൊക്കെയാണെന്ന് കറക്റ്റ് ആയിട്ട് ഫോണിലൂടെ, ഫോൺ വിളിച്ചതെങ്കിൽ ഫോൺ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ കണ്ട് സംസാരിച്ച് ഉറപ്പിക്കുക. അതാണ് ആദ്യത്തെ കാര്യം. അതുപോലെ തന്നെ ഇൻവിറ്റേഷൻ അച്ചടിക്കാനായിട്ട്, അതായത് ഇൻവിറ്റേഷൻ പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൂപ്പർവിഷൻ കൊടുക്കുക. VIPs ഒക്കെ വരുമ്പോൾ, ഒരു ഫംഗ്ഷൻ ഒക്കെ നടക്കുമ്പോൾ എന്തായാലും ഇൻവിറ്റേഷൻസും അല്ലെങ്കിൽ എന്താ പറയാ കുറെ കാർഡുകളും ഒക്കെ നമ്മൾ ഇറക്കാറുണ്ടല്ലോ, നോട്ടീസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിന്റ് ചെയ്യാറുണ്ട്. അതിന്റെ മേൽനോട്ടം വഹിക്കുക, അതായത് അത് പ്രിന്റ് ചെയ്യുന്ന ആ ഒരു സ്ഥാപനവുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ അത് കറക്റ്റ് ആയിട്ട് എപ്പോഴാണ് കിട്ടുക, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ എന്താണ് അന്വേഷിച്ചറിയുക. അതുപോലെ തന്നെ VIPs വരുമ്പോൾ, ഫംഗ്ഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് VIP വരുമ്പോൾ അവരെ സ്വീകരിക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള റെസ്പെക്ട് കൊടുക്കുക അല്ലെ. അവർക്ക് ബൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ. അവരെ സ്വീകരിക്കാനായിട്ട് ആളുകൾ നിൽക്കാറുണ്ട് ഫ്രണ്ടിൽ തന്നെ. അപ്പൊ അവരെ സ്വീകരിച്ച് ആനയിക്കുക. അവർ പോകുന്നത് വരെ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അവരെ ഒബ്സർവ് ചെയ്യുക. അവർക്ക് ശല്യമാകുന്ന രീതിയിൽ, ചിലപ്പോ സിനിമാ രംഗത്തുള്ള ആളുകളൊക്കെയാണ് അല്ലെ, വലിയ വലിയ ഫിലിം സ്റ്റാർ ഒക്കെയാണ് വരുന്നതെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കും അവരെ കാണാൻ വേണ്ടിയിട്ട്. മറ്റുള്ള ഫീൽഡിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സിനിമാ രംഗത്തു നിന്നുള്ള ആളുകൾ വന്നു കഴിഞ്ഞാല് കുട്ടികള് അവരെ പൊതിയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ സ്കൂളുകളിലൊക്കെ കുട്ടികളുടെ ആർപ്പുവിളികളും മറ്റുമൊക്കെ.
ഫേമസ് ആയിട്ടുള്ള ഫിലിം സ്റ്റാർസ് ഒക്കെ വന്നു കഴിഞ്ഞാല് കണ്ടിട്ടുണ്ടോ? ആ അപ്പോ അവര് വരുമ്പോൾ അവർക്ക് ശല്യമാകാത്ത രീതിയിൽ എന്ത് ചെയ്യുക, കുട്ടികളെ മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ അവരെ എന്താ പറയാ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുക, അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്താ പറയാ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർ പോകുന്നത് വരെ അവരെ ഒബ്സർവ് ചെയ്ത് അവരുടെ കൂടെ തന്നെ നിന്നിട്ട് അവർക്ക് എന്താ പറയാ ഒരു മോശം വരാത്ത രീതിയിൽ അവരെ പറഞ്ഞയക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളും ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. പിന്നെ അവരുടെ റീഫ്രഷ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി ചെയ്തു കൊടുക്കാം. എന്താണ് സഹദോന പറയാൻ വന്നത്? ഇല്ല, ഒന്നും പറഞ്ഞില്ല. പറഞ്ഞില്ല അല്ലെ? ഓക്കെ. അപ്പോ എന്താ പറയാ, ഇത്തരത്തിലാണ് VIPs ഒക്കെ വരുമ്പോൾ നമ്മള് ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? അറേഞ്ചിങ് VIPs. ഓക്കെ. അടുത്തത് സ്റ്റേജ് അറേഞ്ച്മെന്റ്സ് ആണ്. സ്റ്റേജ് അറേഞ്ച് ചെയ്യാനായിട്ട് ഓൾറെഡി ആളുകൾ ഉണ്ടാവും അവിടെ. ടീച്ചർമാരല്ല അത് ചെയ്യുന്ന, അതായത് അലങ്കാരങ്ങളും തോരണങ്ങളും ഒക്കെ കെട്ടണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്റ്റേജ് എന്താ പറയാ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റേജ് ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാകും. ഈ ടീച്ചർമാരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ നടക്കുമ്പോൾ അപ്പുറത്ത് രണ്ട് സൈഡിലുമായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഒരു സൂപ്പർവിഷന് വേണ്ടിയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ടീച്ചർമാരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കേട്ടോ. അതായത് സ്റ്റേജിൽ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഓരോ കാര്യങ്ങളൊക്കെ ഓരോ പ്രോഗ്രാംസ് ഒക്കെ ഓരോ സ്റ്റെപ്പ് ആയിട്ട് നടക്കുമ്പോഴും ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത പ്രോഗ്രാം. അപ്പൊ ആ പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് ആളുകളെ അറിയിക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് അവിടുന്ന് മാറാനായിട്ട് പാടില്ല. കാരണം അതിന്റെ ഒരു അറേഞ്ച്മെന്റ് നടത്തണം അല്ലെ. കൃത്യമായിട്ട് കുട്ടികളെ അവിടെ കൊണ്ടുവന്ന് നിർത്തണം. ഓരോ പരിപാടി കഴിഞ്ഞിട്ട് ഓരോ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇന്ന കുട്ടിയാണ് അല്ലെങ്കിൽ നിങ്ങളാണ് എന്ന് ആ കുട്ടിയോട് പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കണം. അതനുസരിച്ചിട്ടാണ്. അപ്പൊ സ്റ്റേജ് ഫിയർ ഉള്ള കുട്ടികൾക്ക് ഉണ്ടാവില്ലേ ധാരാളമായിട്ട്. എപ്പോഴെപ്പോഴും സ്റ്റേജിൽ കയറുന്ന കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല, എന്താ പറയാ ഭയങ്കരമായിട്ട് പേടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അത്തരത്തിൽ ആദ്യമായിട്ട് പെർഫോമൻസ് ചെയ്യാൻ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ കൂടെ തന്നെ നിന്നിട്ട് അവർക്ക് സപ്പോർട്ടായി നിൽക്കുക. ആ സ്റ്റേജിന്റെ സൈഡിൽ നിന്ന് മാറാനായിട്ട് പാടില്ല. എപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് അവിടെ തന്നെ ആ ഫംഗ്ഷൻ തീരുന്നത് വരെ ടീച്ചർ നിൽക്കണം. ചിലപ്പോ കുറെ നേരം നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഒരു ടീച്ചർ പോകുമ്പോൾ വേറെ ടീച്ചർ അവിടെ വന്ന് നിൽക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. അപ്പൊ കുട്ടികൾക്ക് നമ്മളൊരു സപ്പോർട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. സ്റ്റേജ് അറേഞ്ച്മെന്റ്സിൽ കുട്ടികളെ നമ്മൾ അവരുടെ കൂടെ ഉണ്ട് എന്നൊരു തോന്നിപ്പിക്കലാണ്. ഒരു ഫീൽ ഉണ്ടാവും അങ്ങനെ കുട്ടികൾക്ക്. അപ്പൊ അവിടെ നിന്ന് മാറാനായിട്ട് പാടില്ല. ഓക്കെ. നെക്സ്റ്റ് വൺ, ഡ്രിങ്ക്സ് ആൻഡ് എഡിബിൾ അറേഞ്ച്മെന്റ്സ്. ഇതെന്ന് പറയുന്നത് ഫംഗ്ഷൻ ഒക്കെ നടക്കുമ്പോൾ നമുക്ക് എന്താ പറയാ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ ഫംഗ്ഷനിൽ. അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയാ പ്ലേറ്റ്സുകൾ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എല്ലാ പാത്രങ്ങളും, അതായത് ഇവിടെ പ്ലേറ്റ് ഗ്ലാസും എന്നതല്ല, സാധാരണ നമ്മൾ കോമണിൽ എന്തൊക്കെയാണ് നമ്മൾ ജനറലി നമ്മൾ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോഴുള്ള പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക. അതുപോലെ തന്നെ അത് വൃത്തിയാക്കാനായിട്ട്, അതായത് ഓരോരുത്തർ കഴിച്ചു കഴിയുമ്പോൾ ഇപ്പൊ ഡിസ്പോസിബിൾ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്ത പ്ലേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ VIPs ഒക്കെ വരുമ്പോൾ അവരൊക്കെ വരുന്നത് കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് നീറ്റ് ആക്കാനായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഈ പാത്രങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ ചെലവുകൾ എത്ര രൂപയായി എന്നുള്ള കാര്യങ്ങളൊക്കെ വൗച്ചർ സഹിതം പ്രിൻസിപ്പളിനെ ഏൽപ്പിക്കുക. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. ദെൻ പീസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാല് ഇപ്പൊ VIPsനെ അറേഞ്ച് ചെയ്യാനായിട്ട് ഒരു ടീച്ചർക്ക് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടാകും. സ്റ്റേജ് അറേഞ്ച് ചെയ്യാനായിട്ട് ടീച്ചേഴ്സിന് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഈ പാത്രങ്ങൾ മേടിക്കുന്നതും അതുപോലെ തന്നെ അതിന്റെ വൗച്ചറൊക്കെ റെഡിയാക്കി കൊടുക്കുന്നതൊക്കെ ഡ്യൂട്ടി ടീച്ചേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ ഡ്യൂട്ടി ഒന്നുമില്ലാത്ത ടീച്ചർമാരുണ്ടാവും. ഇതൊന്നും ചെയ്യാനായിട്ട് ഏൽപ്പിക്കാത്ത ചില ടീച്ചേഴ്സ് ഉണ്ട്. അവരെയാണ് പീസ് കീപ്പിങ്ങിനായിട്ട് ഏൽപ്പിക്കുന്നത്. അതിൽ സമാധാന പരിപാലനം, സ്കൂളുകളിലെ സമാധാനം അല്ലെ പീസ് കീപ്പിംഗ്. അതായത് ഒരു ഫംഗ്ഷൻ ഒക്കെ നടക്കുമ്പോൾ നമുക്കറിയാം ആളുകളുടെ ബഹളമൊക്കെ ഉണ്ടാകും. എന്താ പറയാ അവിടെ ഇവിടെയൊക്കെ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ക്രമസമാധാനം അല്ലെങ്കിൽ ശരിയായ സ്ഥലത്ത് ശരിയായിട്ട് ആളുകളെ നിയന്ത്രിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ചില ടീച്ചേഴ്സിനെ ചുമതലപ്പെടുത്താറുണ്ട്. ചിലപ്പോൾ അത് ഗേറ്റിന് ഫ്രണ്ടിലായിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിന്റെ എന്താ പറയാ കോമ്പൗണ്ടിന്റെ മിഡിലായിരിക്കാം, അല്ലെങ്കിൽ ക്ലാസ് റൂമുകളിലായിരിക്കാം, ഓഫീസുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലായിരിക്കാം. അപ്പൊ ഇവിടെയൊക്കെ ആര് നിൽക്കാറുണ്ട്? ടീച്ചേഴ്സ് ഡ്യൂട്ടിക്ക് നിൽക്കാറുണ്ട്.
അവരെ ഈ ഒരു ജോലി അല്ലെങ്കിൽ ഈ സമാധാനം പീസ് കീപ്പിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവരെ ഏൽപ്പിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ ഗേറ്റ് ഡ്യൂട്ടി. ഗേറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒട്ടുമിക്ക സ്കൂളുകളിലും കാണാൻ പറ്റും. സ്കൂള് എന്താ പറയാ ബെല്ലടിക്കുന്ന നേരത്തായിട്ട് ടീച്ചേഴ്സ് വന്ന് നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ സ്കൂള് സമയം കഴിഞ്ഞ് പോകാനായിട്ട് കുട്ടികൾ വരുമ്പോൾ അപ്പോഴും ടീച്ചർ വന്ന് ഗേറ്റിന്റെ അവിടെ നിൽക്കാറുണ്ട് അല്ലെ. ചില ഇടങ്ങളുണ്ട്, സ്കൂളിന്റെ ചില സ്ഥലങ്ങളുണ്ട്. ഇപ്പോ ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളുണ്ട്, ക്ലാസ് മുറികൾ ഉണ്ടാകാം, അതുപോലെ ടോയ്ലറ്റ്സ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ധാരാളം ക്രൈംസ് നടക്കാറുണ്ട്. ക്രൈംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത്, ക്രൈംസ് എന്ന് പറയുമ്പോൾ കൊല ആ ഒരു ഉദ്ദേശം മാത്രമല്ല ഇവിടെ പറയുന്നത്. അതായത് കുട്ടികളിലെ മയക്കുമരുന്ന് ഉപയോഗം, അതുപോലെ തന്നെ എന്തെങ്കിലും എന്താ പറയാ ഒരു ബാഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുക, അതിനെയാണ് ഇവിടെ ക്രൈംസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്കൂളുകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ധാരാളമായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, അതെന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ നടക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. നമ്മൾ മൂവീസിലും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട്, ധാരാളം ഫങ്ഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇപ്പൊ കോളേജിലായാലും അല്ലെങ്കിൽ വേറെ സ്കൂളുകളിലായാലും ഒക്കെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ധാരാളം ക്രൈംസ് നടക്കാറുണ്ട്. അപ്പോ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, കാരണം ആളുകളൊക്കെ തിങ്ങിക്കൂടുമ്പോൾ അല്ലെങ്കിൽ VIP ഒക്കെ വരുമ്പോൾ ശ്രദ്ധ ശരിക്കും അവരിലേക്കാകും. നമുക്ക് സ്കൂളിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടോയ്ലറ്റ് പോലുള്ള സ്ഥലങ്ങള് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ക്ലാസ് മുറികള്, അതൊന്നും നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടക്കുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ടീച്ചേഴ്സിനെ ഡ്യൂട്ടിക്ക് ഇടണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുവഴി കുറെ കാര്യങ്ങൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട്? എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്? തൊട്ടടുത്ത സ്കൂളുകളിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ? ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ സീറ്റ് അറേഞ്ച്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ? നിങ്ങൾക്ക് എന്താണ് കുറച്ചുകൂടി സജഷൻസ് ഇതിനകത്ത് പറയാനുള്ളത്? ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയാൻ പറ്റുമോ? തൊട്ടടുത്ത സ്കൂളിലല്ല, നമ്മള് പൊതുവെ കേട്ടിട്ടുണ്ട് ഈ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഈ പിള്ളേരില്ലേ ഈ മതിലൊക്കെ ചാടി വേറെ സ്ഥലത്തോട്ടൊക്കെ പോണത് കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലെ, മതിലൊക്കെ ചാടി വേറെ സ്ഥലത്തോട്ട് പോകുന്നത്. കുറെ അധികം എന്താ പറയാ നമ്മുടെ കുറെ അപകടങ്ങളൊക്കെ നടക്കാറുണ്ടല്ലോ അല്ലെ. നമുക്കത് വേണമെങ്കിൽ പറയാം. കുറെ അധികം അപകടങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ. അതായത് സ്കൂളിനകത്ത് വെച്ചിട്ടല്ല, പുറത്ത് വെച്ചിട്ട്. കാരണം ഇങ്ങനെ കുട്ടികളൊക്കെ മതിൽ ചാടി പോകുന്നു, സ്കൂൾ കോമ്പൗണ്ടിന് പുറത്തൊക്കെ പോയിട്ട് എന്തെങ്കിലും അപകടത്തിൽ പെടുക, അല്ലെങ്കിൽ അവരെ കിഡ്നാപ്പ് ചെയ്യപ്പെടുക, കാണാതാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ വേറെ ആർക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്റർ എടുക്കാം. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ടൂറുകള്, അതുപോലെ പലതരം ഫീസുകള്, അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അടുത്ത ചാപ്റ്റർ എടുത്തോട്ടെ ഞാൻ. ഓക്കെ ആണോ? ഏത് ചാപ്റ്ററാ? ഇതാണോ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആണോ? എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഇനി ഡെവലപ്മെന്റ് പ്രൊഫൈൽ. എന്താണ് കൃഷ്ണേന്ദു പറഞ്ഞത്? അടുത്ത ചാപ്റ്റർ ഏതാണ്? അടുത്ത ചാപ്റ്റർ ഡെവലപ്മെന്റ് പ്രൊഫൈൽ കേട്ടോ, യൂണിറ്റ് 5. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ്. ഇനി എടുക്കാനുള്ളത് ഡെവലപ്മെന്റ് പ്രൊഫൈലാണ്. ഡെവലപ്മെന്റ് പ്രൊഫൈൽ അല്ലേ? അതെ അതെ അതെ, ഡെവലപ്മെന്റ് പ്രൊഫൈൽ കേട്ടോ. യൂണിറ്റ് 5. യൂണിറ്റ് 5. ആദ്യം ഒന്ന് നിങ്ങൾ റീഡ് ചെയ്യുക.
റീഡ് ചെയ്ത് കഴിയുമ്പോൾ തമ്പ് ചെയ്യാം കേട്ടോ. റീഡ് ചെയ്തോ? രേഷ്മ രേഷു ഉണ്ടോ അവിടെ? ഇല്ല. ഗൗരിപ്രിയ എം. മോളെ വായിച്ചിട്ട് എന്താ മനസ്സിലായേ? റിപ്പോർട്ട് കാർഡ് കുട്ടികളുടെ ഒരു ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടുള്ള കാർഡിനെ കുറിച്ചിട്ട് റിപ്പോർട്ട് തന്നെയാണ് ഇതിൽ പറയുന്നത്. അവര് എത്രത്തോളം ആക്റ്റീവ് ആണ് എന്നൊക്കെ പറയുന്നത്, എത്രത്തോളം ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു, എത്രത്തോളം ഫിസിക്കൽ ഡെവലപ്മെന്റ് എത്രത്തോളം ഉണ്ട്, അതിനെ കുറിച്ചൊരു റിപ്പോർട്ടാണ് എനിക്ക് മനസ്സിലായത്. മനസ്സിലായതല്ലേ? വേറെ ആർക്കും എന്തെങ്കിലും മനസ്സിലായി? എന്തൊക്കെയാണ് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്ന് പറഞ്ഞേ. അഫ്നാമോളെന്ന് പറഞ്ഞേ. അഫ്നാമോളെ അഫ്നാമോൾ മൈദീൻ എന്താ മനസ്സിലാവുന്ന ഡെവലപ്മെന്റ് പ്രൊഫൈല് വായിച്ചിട്ട്? ഒന്നും മനസ്സിലായില്ലേ ആർക്കും? ദീപ ഉണ്ണി ഞാൻ പറയാം മാം. ആ സഹദൂനെ കണ്ടോ? എപ്പോഴും ഞാൻ പറയാമെന്ന് വരും അല്ലേ? ഞാൻ വായിച്ചനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മള് കുട്ടി എത്രമാത്രം ഓടും, അതുപോലെ തന്നെ കുട്ടി എത്രമാത്രം സംസാരിക്കും, അങ്ങനെയുള്ള കാർഡുകളൊക്കെ മാതാപിതാക്കൾ എന്ത് ചെയ്യണം, മാതാപിതാക്കൾക്ക് തയ്യാറാക്കാം. അങ്ങനെ എന്തോ പറയണേന്ന് തോന്നുന്നു വായിച്ചിട്ട്. ഓക്കെ, അതാണ് മനസ്സിലായത്. ഞാൻ തന്നെ പറഞ്ഞുതരാം മാം. അതില് ടീച്ചേഴ്സ് ആണ് അങ്ങനത്തെ ഒരു ഡെവലപ്മെന്റ് കാർഡ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ അത് ആ കാർഡിൽ നോക്കിക്കഴിഞ്ഞാൽ പാരന്റ്സിന് മനസ്സിലാവും കുട്ടി എത്രത്തോളം ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഓരോ വിഷയത്തിലും ഓരോ കാറ്റഗറിയിലും ഉള്ള ഡെവലപ്മെന്റ് പ്രത്യേകം അവരത് ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ പാരന്റ്സിന് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഏത് ഭാഗത്താണ് എന്റെ കുട്ടിക്ക് ഡെവലപ്മെന്റ് വരാത്തത്, എത്രത്തോളം ഡെവലപ്മെന്റ് വന്നു എന്നുള്ളതൊക്കെ. അതാണ് പറയുന്നത്. അതായത് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് എന്താണെന്ന് മോണിറ്റർ ചെയ്യുന്നതിനും പാരന്റ്സിന് അവരുടെ ഡെവലപ്മെന്റിനെ മനസ്സിലാക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്ന റിപ്പോർട്ട് കാർഡാണ് ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത് കേട്ടോ. അതായത് നിങ്ങൾക്കിപ്പോ കുഞ്ഞുമക്കളുള്ളതല്ലേ, അപ്പോ ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർ കുട്ടികളുടെ റിപ്പോർട്ട് കാർഡ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പ്രൊഫൈൽ തയ്യാറാക്കുന്നത്. ആ കുട്ടിയുടെ ഇത് മോണ്ടിസോറി സ്കൂളുകളിലെ കാര്യമാണ് ഇതിനകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നത്. അവിടെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഡെവലപ്മെന്റ് പ്രൊഫൈൽ നമ്മുടെ ഇതില് ഇത്രത്തോളം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അത് പ്രത്യേകം നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കുക. മോണ്ടിസോറി സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ കുട്ടികളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് കുട്ടിയുടെ ഡെവലപ്മെന്റ് അവരുടെ പാരന്റ്സിന് മനസ്സിലാക്കി കൊടുക്കുന്ന കാർഡുകളാണ് അല്ലെങ്കിൽ റിപ്പോർട്ടുകളെയാണ് നമ്മള് റിപ്പോർട്ട് കാർഡ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ക്ലിയർ ആണോ? അപ്പൊ സഹോദരനെ കുറിച്ചിട്ട് എന്താ പറയാ, ഒരു ടീച്ചർ സഹോദരനെ നിരന്തരം മോണിറ്റർ ചെയ്യുന്നു. ആ മോണിറ്റർ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ടീച്ചർ സഹോദരനെ കുറിച്ചിട്ട് സഹോദരയുടെ കാര്യങ്ങളൊക്കെ ഒരു കാർഡിൽ കളക്ട് ചെയ്ത് വെക്കുന്നു. ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുമ്പോൾ സഹോദരയുടെ ഡെവലപ്മെന്റ് അറിയാൻ വേണ്ടിയിട്ട് സഹോദരയുടെ പാരന്റ്സ് വരുമ്പോൾ ഈ റിപ്പോർട്ട് കാർഡ് എടുത്ത് കൊടുത്താൽ മതിയാകും. ഞാൻ എടുത്ത് കൊടുക്കുമ്പോൾ എത്രത്തോളമാണ് സഹദൂന പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ സഹദൂനയുടെ റേഞ്ച് എത്രത്തോളം എത്തി നിൽക്കുന്നു എന്ന് പാരന്റ്സിന് മനസ്സിലാവും. ഓക്കെ, അത്തരത്തില് ടീച്ചേഴ്സിനെ സഹായിക്കുന്ന ഒന്നാണ് എന്ത്, റിപ്പോർട്ട് കാർഡ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? മാം, ഇപ്പൊ ഇന്റേണൽ മാർക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് സ്കൂളുകളിലൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഇതിലൊരു ഭാഗമല്ലേ? അതെ അതെ അതെ, ഇന്റേണൽ മാർക്ക് കൊടുക്കുക അതിന്റെ ഭാഗം തന്നെയാണ്. ശരിയാണ് കേട്ടോ. ഓക്കെ, അപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ വരിക, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുക എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, കുട്ടിയുടെ സാമൂഹികപരമായിട്ടും അതുപോലെ തന്നെ വൈകാരികപരമായിട്ടുള്ള അവന്റെ വികസനം. ഓക്കെ, അതായത് ആളുകളുമായിട്ട് കുട്ടി ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ, അവന്റെ എന്താ പറയാ ചിന്തകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവൻ ഏതൊക്കെ രീതിയിലാണ് സഞ്ചരിക്കുന്നത്, അവന്റെ എന്താ പറയാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്. ഓക്കെ, ചിലപ്പോൾ സൈലന്റ് ആയിട്ടുള്ള ചില കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലെ, ആ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ആരുമായിട്ടൊന്നും മിണ്ടില്ല, സൊസൈറ്റിയുമായിട്ട് യാതൊരു തരത്തിലുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ ഇല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോ അങ്ങനെയുള്ള കുട്ടികൾ എത്രയാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറിയിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ എത്രയാണ്, അപ്പൊ ഇവരെയൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡെവലപ്മെന്റ് പ്രൊഫൈല് സഹായിക്കും. ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റിൽ കുട്ടികളുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, കുട്ടികളുടെ വെയിറ്റ്, ഹൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് അതിനകത്ത് വരുന്നത്, അതും അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ടാകും. ദെൻ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, നിങ്ങൾക്ക് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എടുത്തതാണോ, ചാപ്റ്റർ എടുത്തതാണോ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? എന്താണ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? വൈജ്ഞാനിക എന്താണ്? ക്ലിയർ ആയില്ല എനിക്ക്. വിജ്ഞാനപരമായിട്ടുള്ള ഡെവലപ്മെന്റ്, കുട്ടികളെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റ്, പഠിക്കുന്നതിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൊഗ്നിറ്റീവിനകത്ത് വരുന്നുണ്ട്, നമുക്ക് പറയാം. പിന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, കുട്ടികളുടെ ഭാഷ വികസിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ വരുന്നത്. ദെൻ ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ്, കുട്ടികൾക്ക് സർഗാത്മകപരമായിട്ടുള്ള കഴിവുകൾ ഉണ്ടാവും, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള കഴിവുകളൊക്കെ ഉണ്ടാവും, അതിനെയാണ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് പറയുന്നുണ്ട് പ്രധാനപ്പെട്ട ഡെവലപ്മെന്റുകളായിട്ടുള്ള കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. നോക്കി നിങ്ങൾ, പ്രീ നമ്പർ സ്കിൽസ്, പ്രീ റൈറ്റിംഗ് സ്കിൽസ്, ബേസിക് കൺസെപ്റ്റ് സച്ച് ആസ് കളർ ആൻഡ് ഷേപ്പ് കൺസെപ്റ്റ്. അപ്പോ എന്താണ്, അതായത് നമ്പർ സ്കില്ലുകളൊക്കെ ഉണ്ടാവും, കുട്ടി വളർന്നു വരുന്നതിന്റെ ഭാഗമായിട്ട് പഠിച്ചു വരുന്ന ചില കാര്യങ്ങള്, അതുപോലെ എഴുതാനുള്ള, അതായത് മുന്നേ തന്നെ എഴുതാനുള്ള കഴിവുകൾ, അതായത് അവൻ വളർന്ന് അവന്റെ സ്റ്റേജിൽ ഇങ്ങനെ വളർന്നു വരുവാണ്, ആ സമയത്ത് തന്നെ അവൻ പഠിച്ചെടുക്കുന്ന ഒരു കാര്യങ്ങളെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഷെയ്ഡ്സിനെയും കളറിനെയും ഒക്കെ തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടാവും കുട്ടിക്ക്. ഇതൊക്കെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ലിസണിംഗ് സ്കിൽ ആൻഡ് ഓറൽ എക്സ്പ്രഷൻസ്, അതായത് കുട്ടിയുടെ കേൾക്കാനുള്ള കഴിവ്, വേർഡ്സ് ഒക്കെ പറയുമ്പോൾ കുട്ടിക്ക് അത് കേൾക്കാനുള്ള കഴിവ്, അത് പറയാനുള്ള കഴിവ്, ഓരോ വേർഡ്സുകളും കമ്പൈൻ ചെയ്തുകൊണ്ട് പറയാനുള്ള കുട്ടിയുടെ കഴിവ്, ഇതൊക്കെയാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് വരുന്നത് കേട്ടോ. ലാംഗ്വേജ് എന്നാൽ ആദ്യം കുട്ടി ലാംഗ്വേജ് പഠിക്കുന്നത് എങ്ങനെയാണ്, എഴുത്തിലൂടെയാണ് പഠിക്കുക. ആദ്യം എഴുതാൻ തുടങ്ങിയിട്ടാണ് പിന്നെ എന്ത് ചെയ്യുക, അപ്പം പറയാൻ ആരംഭിക്കുക അല്ലെ. നമുക്കറിയാം കുട്ടികൾ ആദ്യം തന്നെ എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെയല്ലേ, ആദ്യം കുറെ കാര്യങ്ങൾ കുത്തിക്കുറുക്കിയല്ലേ ചെയ്യാം, അത് കഴിഞ്ഞിട്ടല്ല അവർ പറയാൻ ആരംഭിക്കുന്നത്. ചിന്തിച്ചു നോക്കിയാൽ നിങ്ങള്, കുട്ടിക്ക് കുഞ്ഞുങ്ങൾക്കൊരു പേനയും പേപ്പറും കൊടുത്തു കഴിഞ്ഞാല് അവരെന്ത് ചെയ്യും, ആദ്യം കുറെ കാര്യങ്ങൾ കുത്തിക്കുറിക്കും അല്ലെ, അല്ലെങ്കിൽ എന്തൊക്കെയോ വരച്ച് ചേർക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതിനുശേഷമാണ് കമ്പൈൻ ആയിട്ടുള്ള വേർഡുകൾ കുട്ടികൾ പറയുന്നത്, അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ പറയുന്നത്. അപ്പം അത്തരത്തില് ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ്, അതായത് ചില കുട്ടികൾക്ക് എന്താ പറയാ പാടാനുള്ള കഴിവുണ്ടാകും, ചില കുട്ടികൾക്ക് വരയ്ക്കാനായിരിക്കും,
ഇനി ക്രാഫ്റ്റിനുള്ള കഴിവുണ്ടാവും, ഡ്രാമാസ്, റോൾ പ്ലേ, അപ്പോ അതുപോലെ തന്നെ പോയംസ് ചെയ്യാനുള്ള കഴിവ്, ഗെയിംസ് കളിക്കാനുള്ള കഴിവ്, സ്പോർട്സിൽ കഴിവുള്ള കുട്ടികള്. അപ്പൊ ഇത്തരത്തില് ഉള്ളതിനെയാണ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങളുമാണ് പ്രധാനപ്പെട്ടതുള്ളത്. ഇനി ഒരു ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ എന്തൊക്കെ വിവരങ്ങളാണ് ഉണ്ടാവുക, എന്തൊക്കെയാണ് ടീച്ചർ അതിനകത്ത് കുട്ടികളെ കുറിച്ച് ആഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കിയാൽ നിങ്ങൾ സാമ്പിൾ ഓഫ് പേജ് ഫോർ ഒബ്സർവേഷൻ ഓഫ് ചൈൽഡ്. ചൈൽഡിനെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ടീച്ചർ ഉൾപ്പെടുത്തുന്നത് നോക്കാം. ആദ്യം കുട്ടിയുടെ നെയിം ഉണ്ടാകും, അതുപോലെ തന്നെ കുട്ടിയുടെ ഏജ് ഉണ്ടാകും, വയസ്സ് എത്രയാണ്, കുട്ടിയുടെ അഡ്രസ്, ടെലിഫോൺ നമ്പർ, അച്ഛന്റെ പേരും അച്ഛന്റെ ജോലിയും, അതുപോലെ മദറിന്റെ പേര്, മദറിന്റെ ഒക്യുപ്പേഷൻ, ചൈൽഡിന്റെ വെയിറ്റ്. നമുക്കറിയാലോ ഓരോ പ്രായത്തിലും ഓരോരോ വെയിറ്റ് ആണ് കുട്ടികൾക്ക് ഉണ്ടാവുക അല്ലെ. നമുക്കറിയാം ഇന്ന പ്രായത്തിൽ ഇന്ന വെയിറ്റ് ആയിരിക്കണം എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. ചൈൽഡിന്റെ വെയിറ്റ്, പിന്നെ അവരുടെ ഹൈറ്റ്, അതുപോലെ തന്നെ അവരുടെ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. ഓക്കെ, അവരുടെ ചലനശേഷി, അതിനെയാണ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അവരുടെ മൂവ്മെന്റ് അതൊക്കെ എത്രത്തോളമാണ്, അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് എത്രത്തോളമാണ്, ദെൻ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ്. അപ്പൊ ഇതൊക്കെ ഓരോ കുട്ടിയിലും മോണിറ്റർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ടീച്ചർ ഇത് അടയാളപ്പെടുത്തുക. ഓക്കെ, ഇതൊരു ക്ലാസ്സിൽ 30 കുട്ടികൾ ഉണ്ടെങ്കിൽ 30 കുട്ടികളുടെയും കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് കുട്ടിക്ക് എന്ത് തയ്യാറാക്കും, ഈ ഒരു റിപ്പോർട്ട് കാർഡ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പ്രൊഫൈല് തയ്യാറാക്കും. ഇതെന്ത് ഈ പാരന്റ്സ് വരുമ്പോൾ അവരുടെ അടുത്ത് കാണിക്കും കേട്ടോ. അപ്പൊ അവർക്കും കുട്ടികളെ കുറിച്ചുള്ള ഒരു ധാരണ, എവിടെ വരെ എത്തി എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ, ഏത് സ്റ്റേജ് വരെയാണ്, അവൻ നല്ല ക്രിയേറ്റീവ് ആണോ, എന്തൊക്കെ കാര്യങ്ങളാണ് അവൻ ഇനി ശ്രദ്ധിക്കാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ അവന് സ്കില്ലുകൾ ഉണ്ടെന്നൊക്കെ ഈ ഒരു പ്രൊഫൈൽ കണ്ടാലായിട്ട് മനസ്സിലാവുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ടൈം ടേബിൾ ആണ്. ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. ടൈം ടേബിൾ ഒന്ന് റീഡ് ചെയ്യുക. മാസ്റ്റർ ടൈം ടേബിൾ വരെ റീഡ് ചെയ്യുക. തമ്പ് ചെയ്യാം കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് തമ്പ് ചെയ്യണേ. ഓക്കെ, നോക്കിയാൽ നിങ്ങൾ എന്താണ് ടൈം ടേബിൾ എന്ന് നോക്കാം നമുക്ക് അല്ലെ. ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ പല സബ്ജക്റ്റുകൾക്കും അതുപോലെ തന്നെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസിനുമായിട്ട് ടൈം അലോക്കേറ്റ് ചെയ്യുന്നതിന്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലാൻ ആണ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. അതായത് വിവിധ വിഷയങ്ങൾക്കും സബ്ജക്റ്റുകൾക്കും പ്രവർത്തനങ്ങൾക്കും ആക്ടിവിറ്റീസിനുമായിട്ട് നമ്മൾ സമയം അനുവദിക്കുന്നതിന്റെ വിശദമായിട്ടുള്ള പ്ലാൻ ആണ് ടൈം ടേബിൾ. ആർക്കൊക്കെ ഈ കൂട്ടത്തില് ടൈം ടേബിൾ ഉണ്ട്?
ടൈം ടേബിൾ കീപ്പ് ചെയ്ത് പോകുന്ന ഒരാളാണോ? ടൈം ടേബിൾ സൂക്ഷിക്കാറുണ്ടോ? എന്നും എഴുതാറുണ്ടോ? എന്തൊക്കെയാണ് ഒരു ദിവസത്തെ പ്ലാൻ എന്ന് തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്യാറുണ്ടോ? അതെന്നിട്ട് എഴുതി വെക്കാറുണ്ടോ? പ്ലാൻ ചെയ്യാറുണ്ട് ടീച്ചറെ, പക്ഷെ എഴുതി വെക്കലൊന്നുമില്ല. എഴുതി വെക്കാറില്ല അല്ലെ? എഴുതി വെച്ചിട്ട് ഫിനിഷ് ചെയ്യുന്ന ദിവസം അല്ലെങ്കിൽ നമുക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ടു ഡു ലിസ്റ്റ് അത് തന്നെ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടിക്ക് ചെയ്ത് പോവാം. അപ്പൊ നമുക്കൊരു എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതാണ് അന്നത്തെ ദിവസം. നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്നൊരു തോന്നല് അതിലൂടെ നമുക്ക് ഉണ്ടാകും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? യെസ് മിസ്. ഒരു ദിവസം നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിയുവാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ആ ഒരു ദിവസത്തെ 24 മണിക്കൂറും നമ്മൾ എന്താ പറയാ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാകും. ടു ഡു ലിസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടൈം ടേബിള് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പൊ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് നോക്കുക. പഠിക്കുന്ന സമയം അതിനകത്ത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ക്ലാസ് ടൈം ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയം ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ജോലികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന സമയം ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒന്ന് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി നോക്കും. എന്നിട്ട് അതിനനുസരിച്ചിട്ടൊന്ന് ചെയ്യാനായിട്ട് നോക്കും. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ടൈം ടേബിൾ എന്ന് പറയുന്നത് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ സ്കൂളിന്റെ വിവിധ തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുമായിട്ട് പ്രത്യേകമായിട്ട് ടൈം ടേബിൾ സ്കൂളുകളിൽ സെറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ടൈം ടേബിളിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. സാധാരണ ഒരാഴ്ചത്തേക്കൊക്കെയാണ് ടൈം ടേബിൾ തയ്യാറാക്കുന്നതെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു മോണ്ടിസോറി സ്കൂളിലെ കാര്യമാണ് തോന്നുന്നത് ഇവർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നോർമൽ സ്കൂളുകളിൽ ഒരു ടൈം ടേബിൾ ഫിക്സ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും, അതനുസരിച്ചിട്ടാണ് അവർ പോവുക. എനിക്കറിയില്ല കേട്ടോ കറക്റ്റ് ആയിട്ട്. ഇവിടെ പറയുന്നത് ഒരാഴ്ചത്തേക്കാണ് ടൈം ടേബിൾ തയ്യാറാക്കുന്നതെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നല്ല ചിട്ടയായിട്ട് മുന്നോട്ട് പോകുന്നത്. ടൈം ടേബിൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ എന്താ പറയാ സ്കൂളിന്റെ മികച്ച പ്രവർത്തനം അനുയോജ്യമാക്കുന്നതിന് ടൈം ടേബിളിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സ്കൂള് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ടൈം ടേബിള് ആവശ്യമാണ്. അതിനാൽ സ്കൂളിന്റെ രണ്ടാമത്തെ സ്കൂൾ ക്ലോക്ക് എന്ന് ടൈം ടേബിളിനെ വിശേഷിപ്പിക്കുന്നു. അപ്പോ ഒരു സ്കൂളിന്റെ മികച്ച പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ മികച്ച നിലവാരത്തിന് വേണ്ടിയിട്ട് എല്ലാ സ്കൂളുകളിലും എന്ത് ആവശ്യമാണ്? ടൈം ടേബിൾ ആവശ്യമാണ്. ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് സ്കൂളിന്റെ പ്രവർത്തനം മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ ടൈം ടേബിളിനെ സ്കൂളിന്റെ രണ്ടാമത്തെ ക്ലോക്ക് എന്നാണ് വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ഇനി കണ്ടന്റ് ഓഫ് എ ടൈം ടേബിൾ. ആ ടൈം ടേബിൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് ടൈം ഓഫ് ബിഗിനിങ് ആൻഡ് എൻഡിങ് ഓഫ് ദ സ്കൂൾ ഡേ. സ്കൂൾ ദിവസത്തിന്റെ തുടക്കം അല്ലെങ്കിൽ എന്താ പറയാ അതിന്റെ എൻഡിങ് എപ്പോഴാണ്? ആ സമയം എപ്പോഴാണ്? സ്കൂൾ തുടങ്ങുന്ന സമയം എപ്പോഴാണ്? സ്കൂൾ അവസാനിക്കുന്ന സമയം എപ്പോഴാണ്? അത് ടൈം ടേബിളിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. രണ്ടാമത്തെ പോയിന്റ് ടൈം ഓഫ് ഇൻസ്പെക്ഷൻ ആൻഡ് എൻഡിങ് ഓഫ് ഈച്ച് പീരീഡ്. അതായത് പീരീഡ് അവസാനിക്കുന്ന ഓരോ പീരീഡും എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഓരോ പീരീഡും എപ്പോൾ അവസാനിക്കുന്നു. ഇപ്പൊ 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെയാണ് ഒരു പീരീഡ് എങ്കിൽ ആ പീരീഡ് ചിലപ്പോൾ 10 മണിക്കായിരിക്കാം തുടങ്ങുന്നത്, 11 മണിക്കായിരിക്കാം അവസാനിക്കുന്നത് അല്ലെ. അപ്പൊ അല്ലെങ്കിൽ 10 മണിക്ക് തുടങ്ങിയിട്ട് 10:45 എൻഡ് ചെയ്യുക. അപ്പൊ ആ ഒരു സമയം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. Then subject and activities offered during a specified period. ഒരു പീരീഡിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഏതൊക്കെ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്, ഒരു പീരീഡിൽ എത്ര സബ്ജക്റ്റുകളാണ് എടുക്കുക, അതാണ് മൂന്നാമത്തെ കാര്യം സൂചിപ്പിക്കുന്നത്. Then നാലാമത്തത് ഡേയ്സ് ഓൺ വിച്ച് ഈച്ച് സബ്ജക്ട് ആൻഡ് ഈച്ച് ആക്ടിവിറ്റി ഈസ് ടു ബി ഹാൻഡിൽഡ്. അതായത് ഓരോ വിഷയത്തിനും ഓരോ ആക്ടിവിറ്റിക്കും ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ചില ദിവസങ്ങളുണ്ട്. ഇപ്പൊ ചില ദിവസങ്ങളിൽ ചില പീരീഡ് ഉണ്ടാവണമെന്നില്ല. ഇപ്പോ ഇന്ന് ഹിന്ദി പഠിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ ഹിന്ദിക്ക് പീരീഡ് ഉണ്ടാവണമെന്നില്ല, മറ്റന്നാളായിരിക്കും ഹിന്ദി പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ എന്ത് ചെയ്യാം? ഓരോ വിഷയങ്ങൾക്കും ഓരോ ആക്ടിവിറ്റീസിനുമായിട്ട് ഓരോ ദിവസം നിശ്ചയിക്കുക. അതുപോലെ തന്നെ
എന്താ പറയാ, നെയിം ഓഫ് ദ ടീച്ചേഴ്സ് ഇൻ ചാർജ് ഓഫ് ഈച്ച് ഡിവിഷൻ ഓഫ് ഈച്ച് സ്റ്റാൻഡേർഡ്. അതായത് ഓരോ സ്റ്റാൻഡേർഡിന്റെയും ഓരോ ഡിവിഷന്റെയും റെസ്പോൺസിബിലിറ്റി ഉള്ള അധ്യാപകരുടെ പേരുകൾ. ഓരോ ക്ലാസ്സിനും അല്ലെങ്കിൽ ഓരോ ഡിവിഷനുമായിട്ട് എന്തുണ്ട്, ഓരോ അധ്യാപകർ ഉണ്ടാവുമല്ലോ. അപ്പൊ അധ്യാപകരുടെ വിവരങ്ങള് പ്രത്യേകം മെൻഷൻ ചെയ്യാം. ഇൻ റൂം ഇൻ വിച്ച് ഈച്ച് ക്ലാസ് മീറ്റ്സ്, അതായത് ഓരോ ക്ലാസ്സും ചേരുന്ന മുറികൾ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് എന്താ പറയാ, ഓരോ ക്ലാസ് മുറികൾ ഉണ്ടാവില്ലേ, പല പല, ഇപ്പൊ ഓരോ ഇതായിട്ട് നമ്മൾ പ്രത്യേകം പറയുമല്ലോ. അതായത് ഇന്ന ഡിവിഷനിൽ ഇന്ന ക്ലാസ് മുറികൾ ഉണ്ടാകും, ഇന്ന ഡിവിഷനിൽ വേറെ ക്ലാസ് മുറികൾ ഉണ്ടാവും എന്ന് പറയുമല്ലോ. അങ്ങനെ പല പല ബ്ലോക്കുകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യുക. Then last one, details respecting the recess periods. അതായത് ഫ്രീ ടൈം, ഇപ്പൊ ഡ്രില്ല് പോലുള്ള പീരീഡുകള്, അതായത് കുട്ടികൾക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കുന്ന ചില പീരീഡ്സ് ഒക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എവിടെയാണ്? ടൈം ടേബിളില് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ടൈപ്സ് ഓഫ് ടൈം ടേബിൾസ്. ഒരു സ്കൂളില് അറ്റ്ലീസ്റ്റ് 3 ടൈം ടേബിൾ എങ്കിലും ഉണ്ടാകും. അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താണെന്ന്. ഒന്ന് പറഞ്ഞ ഒരാള്, ക്ലാസ് ടൈം ടേബിൾ എന്താണ്? സഹദുവിനെ പറഞ്ഞേ, ക്ലാസ് ടൈം ടേബിള്. ക്ലാസ് ടൈം ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ക്ലാസ്സിനും വേറെ വേറെ ടൈം ടേബിൾ ആയിരിക്കും. അതായത് ഇത്ര ഹവർ ഏത് ടീച്ചർ വന്നെന്നും ഇപ്പൊ കേൾക്കാമോ? എത്ര മണി കേൾക്കാമോ? ഇപ്പൊ 1 മണിക്കൂറാണ് ഒരു പീരീഡിങ്, അടുത്ത 1 മണിക്കൂർ, അങ്ങനെ ഓരോ മണിക്കൂറുകൾക്ക് അനുസരിച്ചും ഈ പീരീഡുകൾ തിരിക്കണോ. ഇപ്പൊ ആദ്യത്തെ പീരീഡ് മാത്സ് ആണെങ്കിൽ രണ്ടാമത്തെ പീരീഡ് ഇംഗ്ലീഷ്, മൂന്നാമത്തെ പീരീഡ് മലയാളം, അങ്ങനെയൊക്കെ നമ്മൾ ക്ലാസ്സിൽ ടൈം ടേബിൾ. അതുപോലെ ലഞ്ച് ടൈം ഒരു സമയത്ത്, PT പീരീഡ് ഒരു സമയത്ത്, അങ്ങനെ പീരീഡുകൾ തിരിക്കുന്നു ഓരോ ക്ലാസ്സിനും. ടീച്ചർ ടൈം ടേബിൾ എന്താണ്? കൃഷ്ണ എന്തോ ടീച്ചേഴ്സ് ടൈം ടേബിൾ എന്താണ്? ടീച്ചേഴ്സ് ടൈം ടേബിള് ഒന്ന് പറഞ്ഞേ, അഫ്നാമോള് പറഞ്ഞേ. അഫ്നാമോളെ, ആരും മിണ്ടുന്നില്ലല്ലോ. ഗൗരി നന്ദന പറഞ്ഞോളൂ. ഗൗരി നന്ദന. ടീച്ചേഴ്സ് ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ അതായത് ടീച്ചേഴ്സിന് അതായത് ഓരോ ക്ലാസ്സിൽ പോകാനായിട്ട് അവർക്ക് ടൈം ടേബിൾ ഉണ്ടാവും. അതായത് ഓരോ അവറില് ഏതൊക്കെ ക്ലാസ്സിൽ പോകണം എന്നുള്ള ടൈം ടേബിൾ അവരുടെ ക്ലാസ് റൂമിൽ ഉണ്ടാവും. ആ ഒരു ടൈം ടേബിൾ അനുസരിച്ചാണ് ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നത്. അത്രയാണോ മിസ്സേ? മാസ്റ്റർ ടൈം ടേബിളോ ഗൗരി നന്ദന? മാസ്റ്റർ ടൈം ടേബിൾ എന്താണ്? അപ്പോ മാസ്റ്റർ ടൈം ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അത്ര കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല ടീച്ചർ. അതാ മനസ്സിലായില്ലല്ലേ? ഓക്കെ. അപ്പോ ഞാൻ തന്നെ പറയാം. ക്ലാസ് ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ ആണ്. പല പല ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ ആണ്. ഇതിനകത്ത് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഓരോ ക്ലാസ്സിലും എടുക്കേണ്ടതെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സുകൾക്കും ക്ലാസ് തിരിച്ചിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാവും. ചിലപ്പോൾ ഓരോ ക്ലാസ്സിനും വ്യത്യസ്തമായിട്ടായിരിക്കും ടൈം ടേബിൾ കൊടുക്കുക. അപ്പോൾ അവിടെയുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കാം. അപ്പൊ ഇത്തരത്തിൽ ക്ലാസ്സുകൾക്ക് കൊടുക്കുന്ന ടൈം ടേബിൾ ആണ് ക്ലാസ് ടൈം ടേബിൾ. ടീച്ചേഴ്സ് ടൈം ടേബിൾ എന്ന് പറയുന്നത് ഓരോ ടീച്ചേഴ്സിനും അവർക്ക് പോവേണ്ട ക്ലാസ് മുറികൾ ഏതൊക്കെയാണെന്ന് ഉണ്ടാവും അല്ലെ. ഒരു പീരീഡിൽ ചിലപ്പോ 6ാം ക്ലാസ്സിലാണ് പോവേണ്ടതെങ്കിൽ മറ്റൊരു പീരീഡിൽ ചിലപ്പോ 7ാം ക്ലാസ്സിലായിരിക്കാം പോവേണ്ടത്. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് ചിലപ്പോ 5ാം ക്ലാസ്സിലാകാൻ പോകേണ്ടത്. പിന്നെ അവിടെ എടുക്കുന്ന സബ്ജക്റ്റുകളും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം. ഒരു 6ാം ക്ലാസ്സിൽ ഒരു ടീച്ചർ എടുക്കുന്നത് ചിലപ്പോൾ സോഷ്യൽ ആണെങ്കിൽ ചിലപ്പോ ആ ടീച്ചർ തന്നെ 5ാം ക്ലാസ്സിൽ എടുക്കുന്നത് സയൻസ് ആയിരിക്കാം. അപ്പോ അതിനനുസരിച്ച് ടീച്ചേഴ്സിന് എന്തുണ്ട്? ടൈം ടേബിള് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ടീച്ചേഴ്സ് ടൈം ടേബിൾ. ഓക്കെ. അപ്പോ ഈ ടീച്ചേഴ്സിന് കൊടുക്കേണ്ട ടൈം ടേബിൾ ഹെഡ് മാസ്റ്ററുടെ അല്ലെങ്കിൽ പ്രിൻസിപ്പലിന്റെ പക്കലാണ് ഉണ്ടാവുക.
അവർക്ക് പ്രിൻസിപ്പൾ ആണ് എന്ത് ചെയ്യുക, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് ഏൽപ്പിക്കുക, ഏതൊക്കെ സബ്ജക്ട് എടുക്കണം അല്ലെങ്കിൽ ഏതൊക്കെ ക്ലാസ് റൂമുകളിൽ അത് പോയി എടുക്കണം എന്നുള്ള കാര്യം പ്രിൻസിപ്പൾ ആണ് ധരിപ്പിക്കുക. മാസ്റ്റർ ടൈം ടേബിൾ എന്ന് പറഞ്ഞാല് സ്കൂളിന് പൊതുവായിട്ടുള്ള ഒരു ടൈം ടേബിളിനെയാണ് മാസ്റ്റർ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഇന്നത്തെ ടീച്ചർമാരുടെ പീരീഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ടീച്ചർമാർക്ക് വരുന്ന റെസ്റ്റ് ടൈം കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എത്ര പേരാണ് ഓഫീസിൽ റെസ്റ്റ് ടൈമിൽ ഇരിക്കുന്നത്, അവരെ വേണമെങ്കിൽ മറ്റേ ക്ലാസ്സുകളിലേക്ക് വലിക്കാവുന്നതാണ് അല്ലെ. അപ്പൊ അത്തരത്തിൽ ആരൊക്കെ ഫ്രീ ടൈമിൽ ഇരിപ്പുണ്ട്, ഏതൊക്കെ ടീച്ചേഴ്സ് ആണ് എൻകറേജ്ഡ് ആയിരിക്കുന്നത്, അത്തരത്തിൽ ഒരു ടൈം ടേബിൾ ആണ് എന്ത് പറയുന്നത്, മാസ്റ്റർ ടൈം ടേബിൾ എന്ന് പറയുന്നത് കേട്ടോ. ഓൾ സ്കൂളിന് വേണ്ടിയിട്ടുള്ളതാണ് മാസ്റ്റർ ടൈം ടേബിൾ. ഓക്കെ, ക്ലിയർ ആണോ? മൂന്നും ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. മാസ്റ്റർ ടൈം ടേബിൾ ഒന്ന് പറയോ, എന്റെ കട്ടായി പോയിരുന്നു. ഏതാണ് ലാസ്റ്റത്തെ ഇല്ലേ മാസ്റ്റർ ടൈം ടേബിൾ? മാസ്റ്റർ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിന്റെ മൊത്തം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ ആണ്. ഈ ടൈം ടേബിളില് പ്രധാനമായിട്ടും ഒരു ടീച്ചർ ഏതൊക്കെ വിഷയങ്ങൾ പഠിപ്പിക്കുന്നു, ഏതൊക്കെ ടൈമിലാണ് ആ ടീച്ചർ ഫ്രീ ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മാസ്റ്റർ ടൈം ടേബിളില് വരിക കേട്ടോ. ഓക്കെ, പ്രിൻസിപ്പൾ ആണ് ഇതിന് സൂപ്പർവിഷൻ കൊടുക്കുന്നത്. പിന്നെ താഴെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ ലെഷർ ടൈം ടേബിൾ, ടീച്ചറിന്റെ അതായത് ഫ്രീ ടൈമിലുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടൈം ടേബിള്, അവരുടെ റൂം ടൈം ടേബിള്, ഹോംവർക്ക് ടൈം ടേബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങള് താഴെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി നിങ്ങൾ അടുത്ത് നോക്കി വന്ന് റൈറ്റിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ ഫോർ എ ജോബ്. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെന്റ് ആയിട്ട് തരാം. ഇതൊന്ന് വായിച്ചു നോക്കുക ആദ്യം. അതിനുശേഷം നിങ്ങള് ഒരു എന്താ പറയാ ആപ്ലിക്കേഷൻ എഴുതുക. ഇതേപോലെ തന്നെ നിങ്ങളുടെ പേര് വെച്ചിട്ട് നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുക. ഈ ഫോർമാറ്റ് തന്നെ എടുത്താൽ മതി. പറ്റുമെങ്കിൽ നിങ്ങളുടെ ബയോഡേറ്റ അതിന്റെ കൂടെ പിൻ ചെയ്തിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക. ക്ലിയർ ആയാ പറഞ്ഞത്? ക്ലിയർ ആണോ? ഈ സെയിം ഫോർമാറ്റ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ ബയോഡേറ്റ എന്ന് പറയണത് നമ്മള് ഈ ഇവിടെ പോയിട്ട് അവിടെ എവിടെയെങ്കിലും പോയിട്ട് കഫേ പോയിട്ട് നമ്മള് ഫോട്ടോയൊക്കെ നമ്മള് സാധാരണ ബോണ്ട് പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മുടെ പേര് അങ്ങനെ നമ്മുടെ ക്വാളിഫിക്കേഷൻ അതൊക്കെയല്ലേ എഴുതേണ്ടത്? ഫോട്ടോയൊന്നും ഒട്ടിക്കണ്ടല്ലോ? ഫോട്ടോയൊന്നും വേണ്ട, എഴുതാനുള്ളത് മാത്രം മതി. ഫോട്ടോ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഫോർമാറ്റിൽ ആപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്യാം. വേറൊരു കാര്യമില്ല ഇതിനകത്ത്. ഫ്രം അഡ്രസ് ടു അഡ്രസ് ഉണ്ട്, അത് മാത്രം ചേർക്കേണ്ട കാര്യമുള്ളൂ. ഉള്ളടക്കം എന്താ എഴുതണ്ട നമ്മള്? ഉള്ളടക്കം എന്താ എഴുതി കൊടുക്കണ്ടേ? ഉള്ളടക്കം ഈ ഫോർമാറ്റിലുള്ളത്, ഇതിനകത്തുള്ള കാര്യങ്ങൾ മാത്രം, വേറെ ഒന്നുമില്ല. ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ വേറെ ആക്കി എഴുതണം, നമ്മുടേതായ രീതിയിൽ എഴുതി കൊടുക്കണം. ഈ ഫോർമാറ്റിൽ തന്നെ എഴുതുക. അഡ്രസ് ടു അഡ്രസ് ചേർക്കണം, അതുപോലെ ഡേറ്റ് പ്ലേസ് ചേർക്കണം, നിങ്ങളുടെ സൈൻ വേണം. ഓക്കെ, പിന്നെ എക്സ്ട്രാ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബയോഡേറ്റ എഴുതിയിട്ട്, ആരും പ്രിന്റ് ഒന്നും എടുക്കണ്ട കേട്ടോ, എഴുതിയിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് പിൻ ചെയ്യുക. ദെൻ അത് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾ ആപ്ലിക്കേഷൻ എഴുതാൻ പഠിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനാണ് കേട്ടോ. ഒരു പ്രാവശ്യം എഴുതിയാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അത് ഓർമ്മ ഉണ്ടാകും. എവിടെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോർമാറ്റ് ഓർമ്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങളെ എഴുതിപ്പിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളുള്ളൂ. ഇനി രണ്ട് കാര്യങ്ങളും കൂടി ഇവിടെ വരുന്നുണ്ട്, അല്ല ഒരെണ്ണം കൂടി വരുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം എന്താണെന്ന് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ, അതായത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞാല് നെക്സ്റ്റ് ഫ്രൈഡേക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഫ്രൈഡേ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ എന്നാ.
അതിന്റെ ചെയ്യാലോ നമുക്ക്. യെസ് മാം. ഓക്കെ, താങ്ക് യു. അസൈൻമെന്റ് ഒക്കെ എല്ലാവരും എഴുതി സബ്മിറ്റ് ചെയ്യാം. ഓക്കെ. Thank you, teacher. താങ്ക് യു.